മലപ്പുറം ഊറുങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു എന്നാണ് ഏറ്റവും ആദ്യം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഈ കാട്ടാന വീണിരിക്കുന്നത്. വനം വകുപ്പും പോലീസും ആനയെ കരകയറ്റാൻ ശ്രമം നടത്തുകയാണ്. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലാണ് ഈ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? കൃഷിന, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് കൂരങ്കല്ല്, വെറ്റിലപ്പാറ കൂരങ്കല്ല് എന്ന പ്രദേശത്ത് സണ്ണിയുടെ കൃഷിയിടത്തിൽ കാട്ടാന ഇപ്പോൾ കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ കൊടുമ്പുഴ വനമേഖലയാണ്. അവിടെ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകൾ ഇവിടെ വലിയ തന്നെ ശല്യമുണ്ടാക്കുന്നു എന്നുള്ള പരാതി നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. ഇത് കുടിവെള്ളം ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണറാണ്, അതിലാണ് വീണിരിക്കുന്നത്. 1 മണിയോട് കൂടിയാണ് സംഭവം. 2 ആനകളാണ് ഈ പ്രദേശത്ത് ഇന്ന് ഉണ്ടായിരുന്നത്. ഈ 2 ആനകൾ തമ്പടിച്ച് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അതിലെ ഒരു ആന, അതായത് ഇവയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ അയക്കുന്നതിന് വേണ്ടി പടക്കമൊക്കെ പൊട്ടിച്ച് നാട്ടുകാർ ശ്രമിക്കുന്നതിന് ഇടയിലാണ് ആന കിണറ്റിൽ വീണിരിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി പകൽ വെളിച്ചം എത്തിയതിനു ശേഷമായിരിക്കും JCB ഉപയോഗിച്ച് ഒരു രക്ഷാദൗത്യം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിന് സാധിക്കുകയില്ല. കാരണം ഈ ഒരു മേഖല പൂർണ്ണമായും ഇരുട്ടിലാണ്. ഒപ്പം തന്നെ അപ്പോൾ രാവിലെ ആയതിനു ശേഷം JCB ഉപയോഗിച്ച് കരച്ച് കയറ്റാനുള്ള ശ്രമമാണ്. അപ്പോൾ നാട്ടുകാർ ഇവിടെ നിന്നും ഇപ്പോൾ പറയുന്നത് ആനയെ രക്ഷാദൗത്യത്തോടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഇവിടെ അവയെ തുറന്നു വിടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കാട്ടിലേക്ക് തന്നെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് നാട്ടുകാർ എടുത്തിരിക്കുന്നത്. കാരണം ഇനി ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇനിയും ഇവ വരികയും ഈ കൃഷി നശിപ്പിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ തവണ തന്നെ വനം വകുപ്പിന് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, സുരക്ഷിത സ്ഥാനത്തേക്ക് ആനയെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നൊരു നിലപാട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. ഇപ്പോൾ 2 ആനകൾ ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നാണിപ്പോൾ കിണറ്റിൽ വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു ജാഗ്രത കൂടി ഇപ്പോൾ ഈ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഏലം അടക്കമുള്ള കൃഷി ആണ് ഈ ഒരു മേഖലയിൽ പൂർണ്ണമായിട്ടും ഉള്ളത്. അതിലാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തന്നെ തുടരുന്നത്. അപ്പോൾ നാട്ടുകാർ ആ ഒരു ജാഗ്രതയിലാണ്. ആന ഇപ്പോൾ കിണറ്റിലാണ്. രാവിലെ ആയിരിക്കും അതിന്റെ രക്ഷാദൗത്യ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. വിപിൻ, ആ ഒരു പ്രദേശത്തെ, ആ ഒരു മേഖലയിലുള്ള ആൾക്കാരിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര നാളുകളായി ഈ മേഖലയിൽ, ഈ ഉറുങ്ങാട്ടിയിലൊക്കെ ഈ കാട്ടാന ശല്യം രൂക്ഷമായി ഉണ്ട്? ഒന്ന് ആ കാര്യം അറിയണം. മറ്റൊന്ന്, ഇനിയിപ്പോൾ നേരം പുലർന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ളൊരു രക്ഷാദൗത്യമാണ് അവിടെ ഫലപ്രദമാവുക? കാരണം ഒരു കിണറ്റിലുള്ളത് നാട്ടാനയല്ല, കാട്ടാനയാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ പുറത്തേക്ക് എടുക്കാനായിരിക്കുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക? അതെ, ഇത് ഒരു JCB ഉപയോഗിച്ച് ഈ കിണറിന് ഇപ്പുറത്ത് സമാന്തരമായി തന്നെ കിണറിൽ നിന്നും മണ്ണെടുത്ത് ആ രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് സാധാരണഗതിയിൽ ഉള്ളത്. അത് തന്നെയായിരിക്കും ഇവിടെയും നടക്കുക എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ രാവിലെ ആയതിനു ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് കടക്കുക. ഏകദേശം ഒരു 5 വർഷത്തോളമായെങ്കിലും ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതൊരു 6 മാസമെങ്കിലുമായി അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഈ കൊടുമ്പുഴ വനമേഖലയിൽ നിന്ന് കാട്ടാന ഇറങ്ങുകയും ഈ പ്രദേശത്തേക്ക് ഇവിടുത്തെ കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 2-3 ആനകൾ തമ്പടിച്ച് വരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയും ഇത് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവയെ ഇവിടെ നിന്നും കയറ്റിവിടാനുള്ള ഒരു ശ്രമം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്, അത് പടക്കമൊക്കെ പൊട്ടിച്ചതിനെ തിരിച്ച് കയറ്റാനുള്ള ശ്രമം ഉണ്ടായത്. ആ സമയത്താണ് ഇപ്പോൾ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതൊരു കൃഷിയിടമാണ്. പറഞ്ഞതുപോലെ തന്നെ കിണറിനെ എത്രത്തോളം, അതിനെ ഒരു ആൾമറയൊക്കെ വളരെ പരിമിതമായി മാത്രമാണ്. അപ്പോൾ അത് എത്രത്തോളം ആ പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ നിൽക്കുന്നതിനൊക്കെ പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ JCB കൊണ്ടുവന്ന ഇവിടേക്ക് JCB എത്തിക്കാനൊക്കെ ഉള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. കാരണം കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് അപ്പോൾ JCB കൊണ്ടുവരുന്നത് തന്നെ ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അങ്ങനെ ആ ഒരു വഴിയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ കാര്യത്തിലുള്ളത്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെത്തി അതിന്റെ സാധ്യതകൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കാട്ടാന ഇപ്പോഴും കിണറ്റിലാണ്. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉറുങ്ങാട്ടിയിലാണ് കിണറ്റിൽ കാട്ടാന വീണിരിക്കുന്നത്. അപ്പോൾ അതിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ?